വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അവൽ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കാണാം. അവൽ നനയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഈ 4 മണിക്കൊക്കെ ചെറുകടിയായിട്ട് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കണം. അത് എല്ലാവരും സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ അവൽ തേങ്ങ ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് ഇടിക്കുകയാണല്ലോ ചെയ്യുക. ഇതിൻ്റെ കൂടെ ഈ ചെറുജീരകം ഇല്ലേ, ചെറുജീരകം 1 സ്പൂൺ ചേർക്കണം. അത് ചേർത്തിട്ട് നമ്മൾ ഇത് കുഴക്കണം, അവൽ കുഴക്കണം. അവൽ നനയ്ക്കുക എന്നാണ് പറയുക. അപ്പം വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ, അത് ഈ തേങ്ങാപ്പാലും കൊണ്ടാണ് ഈ നനയണത്. അപ്പം അങ്ങനെ ആക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ടേസ്റ്റാണ്. ചെറുജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് അവലുണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അവലുണ്ടാക്കാം. കുറച്ച് അവലെടുക്കുക, അതിലേക്ക് ജീരകം 1 സ്പൂൺ ജീരകം ഇടുക, തേങ്ങ ചെറുകിയത്, ശർക്കര നമ്മുടെ പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കൂടിപ്പോയാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവില്ലല്ലോ, നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. തേങ്ങ ഇച്ചിരി ഒത്തിരി കൂടിയാലും തേങ്ങ വേണ്ട. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് കുഴയ്ക്കുക. തേങ്ങയും ശർക്കരയും ജീരകവും അവലൊക്കെ നന്നായിട്ട് കുഴയ്ക്കുക. ആ തേങ്ങയുടെ ആ പാലുണ്ടല്ലോ, തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുഴഞ്ഞ് ആ നീര് വരാൻ പാകത്തിന് നന്നായിട്ട് കുഴച്ച് കഴിയുമ്പം നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പഴത്തിൻ്റെ കൂടെയോ അല്ലാതെ അവൽ തന്നെയോ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇത് മോൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പെട്ടെന്ന് അവൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ തേങ്ങയും ജീരകവും കൂടെ മിക്സിയിൽ ഒന്ന് പയ്യെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടാക്കും. അപ്പം നന്നായിട്ട് ആ ജീരകത്തിൻ്റെ ആ ഫ്ലേവർ ഇറങ്ങി വരും. നല്ലതാണ്. ഓക്കെ.